ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ 26ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതുവരെ ഗുരു കുറേ കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിലും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ വന്ന് ഭവിക്കുന്നതും ഭവിച്ചേക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഇപ്പം നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമുക്ക് അതെങ്ങനെ മാറ്റി തീർക്കാം, ഓരോരുത്തർക്കും എങ്ങനെ അവനവൻ്റെ വ്യക്തിജീവിതം അതേപോലെ തന്നെ അവൻ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിന് അതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു അന്തർധാരയായിട്ട് പോകുന്നത് മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്നത്, അവൻ അജ്ഞാനത്തിലേക്ക് പോകുന്നത്, ഗുരു പറയുന്നത് അവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ സ്വരൂപത്തെ അവൻ മറന്നു പോകുന്നതുകൊണ്ടാണ്. അവൻ്റെ അവിവേകം കൊണ്ടാണ്. അപ്പോൾ ഈ അവിവേകത്തെ മാറ്റുക എന്നുള്ളതാണ് വിവേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗുരുദേവൻ എപ്പോഴും ഈ അറിവിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഗുരുവിനെ പോലെ ഇത്രമാത്രം ഓരോ കാര്യങ്ങളിലും അറിവ് കൊണ്ട് മാത്രമേ നമ്മൾക്ക് പ്രശ്നത്തെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറയുന്ന ആചാര്യന്മാർ വളരെ കുറവാണ്. ഇപ്പോൾ വേദാന്ത ആചാര്യന്മാരും അതുപോലെ ഭക്തി മാർഗത്തിൽ പോകുന്നവരും യോഗമാർഗത്തിൽ പോകുന്നവരൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ സമൂഹത്തിന് മാനവരാശിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഗുരു പ്രാധാന്യം കൊടുത്ത പോലെ അറിവിന് മറ്റാരും തന്നെ പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഗുരുവിൻ്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ അദ്വൈതാശ്രമത്തിൻ്റെ ആ ഒരു തലം വരെ നമ്മൾ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം, ഗുരുവിൻ്റെ ക്രിയകളെല്ലാം, കർമ്മ മാർഗമെല്ലാം വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ, കാരണം യാതൊരു കൺഫ്യൂഷനും വരാത്ത രീതിയിലാണ് അവിടെയൊക്കെ അറിവിന് മുഖ്യത്വം കൊടുത്ത് നമ്മൾ കാണുന്നുണ്ട്. ശിവപ്രതിഷ്ഠ കഴിഞ്ഞ് എഴുതി വച്ച ആ ശ്ലോകത്തിൽ തന്നെ അത് വ്യക്തമാണ്. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അപ്പോൾ ഈ ഒരു സോദര ബുദ്ധി വരാത്തതിൻ്റെ കാരണം അറിവിൻ്റെ അഭാവമാണ് എന്ന് അന്നും ഗുരു മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു പറയാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ അവനവൻ്റെ സ്വരൂപത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. ഇപ്പോൾ ഗുരു അടുത്ത ശ്ലോകത്തിലും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം ഗുരു പറയുകയാണ്. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നനയ്ക്കുന്നത് അവശതയാം അവിവേകമൊന്നിനാലെ. അപ്പോൾ അവയവമൊക്കെ അമർത്തി ആണിയായി, ഇവിടെ ഓരോ അവയവങ്ങളെയും ഓരോ ഇന്ദ്രിയങ്ങളെയും ഒക്കെ അമർത്തി ആണിയായി നിന്ന്, അതിൻ്റെ ശരിക്കും ആണി എന്ന് പറഞ്ഞാൽ ആണിക്കല്ലെന്നൊക്കെ നമ്മൾ പറയും, അതിൻ്റെ മൂലം, അതിൻ്റെ ആ കേന്ദ്രബിന്ദുവായിട്ട് നിന്ന് അവയവി, ഈ ഞാൻ എന്ന് പറയുന്ന ശരീരത്തോടു കൂടി അവനാണ് എന്നുള്ള ആ ഒരു തെറ്റായ ഒരു അറിവിനെ എന്തു പറ്റുന്നു, ആവി എന്ന് പറയുന്നത് ഇവിടെ പരമ്പൊരുളാണ്, ആത്മാവാണ്, ഓരോരുത്തരും കുടികൊള്ളുന്ന. അത് ഒരു തമിഴ് വാക്കായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. തമിഴ് ഭാഷയിൽ ആവി എന്ന് പറഞ്ഞാൽ ജീവൻ, ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ആത്മാവിനെയാണ് ആവരിച്ചിടുന്നു, പൊതിഞ്ഞു നിൽക്കുന്നത്. അതിനാൽ എന്താണ്, അവശതയാം അവിവേകമൊന്നിനാലെ. ഈ അവശത, ശരിയായിട്ടുള്ള അറിവില്ലായ്മ കാരണം അവൻ ഇവൻ എന്ന് ഇവൻ നനയ്ക്കുകയാണ്. കാരണം ഇവിടെ ഈ
അവനെന്നും ഇവനെന്നും ഒക്കെയുള്ള ഭേദചിന്തകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഗുരു പറയുന്നത്. അവശതയാം അവിവേകം ഒന്നിനാലെ. ഇവിടെ അവശത എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉരുത്തിരിയുന്നത് എന്ന് ഗുരു പറയാണ്. അപ്പോൾ ഇതിനെല്ലാം ആണിയായിട്ട് നിൽക്കുന്നത് ശരിക്കും ആ പരമ്പൊരുൾ തന്നെയാണ്. പക്ഷേ ഇതിനെ പൊതിഞ്ഞു മൂടി ഈ ഒരു അജ്ഞാനം, അറിവില്ലായ്മ നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു സംഭവമല്ല. ജന്മാന്തരങ്ങളായിട്ട് ഈ വ്യക്തി, ഈ ജീവനെ പൊതിഞ്ഞു വരികയാണ്. അപ്പോൾ ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവ്. അതുകൊണ്ടാണ് മുൻപ് സൂചിപ്പിച്ചത്, അറിവല്ലാതെ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം ഭഗവത്ഗീത പറയുന്നുണ്ട്. ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി. അതുപോലെ ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജ്ഞാനമാകുന്ന അഗ്നിയിലേക്ക് ഈ വാസനകളാകുന്ന ഈ പ്രാരബ്ധങ്ങളെല്ലാം നമ്മൾ ഹോമിക്കുമ്പോഴാണ് ആ അഗ്നിയിലേക്ക്. അപ്പോൾ ജ്ഞാനം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിനെ മാറ്റാനായിട്ട് നമുക്ക് പ്രകാശം ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ജ്ഞാനത്തിലേക്ക്, അല്ലെങ്കിൽ ജ്ഞാനം നമ്മളവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ജ്ഞാനം വരുമ്പോൾ മറ്റെല്ലാം എരിഞ്ഞ് ചാമ്പലായി പോകും. അപ്പോൾ അറിവല്ലാതെ വേറെ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഗുരുവിൻ്റെ വ്യക്തമായിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ ഗുരുവിനെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധയോടുകൂടി സമീപിക്കാത്തതാണ് നമ്മുടെ അജ്ഞാനം മാറാത്തതിൻ്റെ കാരണമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു ഗുരുവിൻ്റെ വാണികളിലുള്ള ശ്രദ്ധക്കുറവ് ഇന്നത്തെ നമ്മളെ സമൂഹത്തെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് നമ്മളൊരു വിശകലനം ചെയ്യുന്നതായിരിക്കും. ഏവർക്കും നമസ്കാരം.